So yesterday where we stopped the lesson depths of gratitude, and the Selma Lagerlof, she is going to receive the Nobel Prize for Literature, and she is going to Stockholm, and in the train she is traveling in a train, and it is evening, and she is remembering about her father. He is no more, he's alive, and she's very sad, but she's very happy on that she is awarded the Nobel Prize. And she is going to Stockholm, and she thinks about what are challenges she faced in her life. എന്തൊക്കെ ജീവിതത്തിൽ കടന്നിട്ടാണ് അവർ ഈ ഡിസിഷനിക്ക് എത്തിയത്. അപ്പൊ നമുക്ക് ഈ പാടത്തുനിന്ന് ഒരു എന്താണ് സന്ദേശമുണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് എന്താണ്? നോ പെയിൻ നോ ഗെയിൻ. നമുക്ക് എന്ത് നേടണമെങ്കിലും എന്താണ് അത് നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ടാലേ കിട്ടുള്ളൂ. അപ്പൊ അവിടെ ഹൗ ഷി ഫേസ് ദ എക്സാമിനേഷൻസ്, വാട്ട് എവർ തിങ്സ്. അപ്പം ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് കാര്യങ്ങള് അവര് ഓർക്കണതും എല്ലാ കാര്യങ്ങളും പറയണത്, അവരെ തോട്ട്സ്. അപ്പൊ നമ്മൾ ഇന്നലെ ഇവിടെ നിർത്തിയത് കാണുന്നത് ഷീ ഈസ് ഇൻ ടച്ച് വിത്ത് ഓൾ ദ പേഴ്സൺസ്, ഓൾ ദ ഹോൾ parents, friends, nature, everything. So she is telling that she owes a gratitude to all of them, and she is telling that she is in debt with the animals, birds, flowers, trees, and she is what father will be telling, and she tells everything to her father. She is in debt, and she tells everything, whatever, to whom she is in depths of, she is in debt. So she tells that she is in debt with the people, the nature, the animals, the birds, flowers, and all. So yesterday we stopped till that she is in debt with the trees. She has written അവളുടെ എല്ലാ കാര്യങ്ങളും ആ കൃതിയിൽ എഴുതിയിട്ടുണ്ട്. That literary workൽ be as carefree and relaxed as you used to be. Never fear, child. There is a remedy for your trouble. So for every remedy, എന്ത് പ്രശ്നത്തിനും ഒരു solution is there. So remedy means the solution. So don't fear, my child. The father is consoling. Feel relaxed. ആശ്വസിപ്പിക്കുകയാണ്. You feel relaxed. നീ പേടിക്കണ്ട, എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. I don't think, father, that you really understand how hard it is for me. So she is in debt. എല്ലാവർക്കും കടകൾ. She is in gratitude. So she is telling, I don't think, father, that you really understand how hard it is for me. I am also in debt to my readers. ഇവരോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു അവാർഡ് നേടി തന്നേന്. ഫാദർ, മദർ, ഫ്രണ്ട്സ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, പിന്നെ നേച്ചർ, റീഡേഴ്സ്. സോ അടുത്ത ആരാണ്? റീഡേഴ്സ്. ഈ വായനക്കാരിന്റെ വർക്ക്, ലിറ്റററി വർക്ക്സ് വായിച്ചിന് റീഡേഴ്സ്. വാട്ട് വുഡ് ഹാവ് ബിക്കം ഓഫ് മീ ഇഫ് നോ വൺ ഹാഡ് വാണ്ടഡ് ടു റീഡ് മൈ ബുക്സ്. ഇപ്പൊ വിചാരിക്കുക, ഞാൻ എഴുതിയ കവിതകളും കൃതികളും അതൊക്കെ എഴുതിയിട്ട് ആരും വായനക്കാരില്ലെങ്കിൽ, ഇമാജിൻ ദാറ്റ് നോബഡി ഈസ് ഗോയിങ് ടു റീഡ്. വാട്ട് വിൽ ഹാപ്പൻ? I won't be getting this award. So I am in debt to my readers. അവര് വായിച്ച അവരുടെ അഭിപ്രായം എന്തൊക്കെ ഇന്ന് എന്താണ് I have awarded this Nobel Prize. What would have become of me if no one had wanted to read my books? അപ്പൊ ഞാൻ കൃതികളും കവിതകളൊക്കെ എഴുതി, പക്ഷെ ആരും വായനക്കാരില്ലെങ്കിലോ? It's a great failure to me. തോൽവിയാണ്. അപ്പൊ അതുകൊണ്ട്
എന്താ പറയണേ, അവരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. And don't forget all those who have written of me. Think of all those in foreign lands who have worked for me. എല്ലാവരും എനിക്ക് വേണ്ടി ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ ഇതിന്റെ പിന്നിൽ പണിയെടുത്തവർക്കൊക്കെ ഞാൻ that I feel I am in debt. I owe them gratitude, so I am owing them gratitude, Father, both of their praise and for their censure. Censure means ക്രിട്ടിസൈസ് ചെയ്യണതും അതിനൊക്കെ ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. അവരോടൊക്കെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. വാട്ട് യു മീൻ ബൈ ഗ്രാറ്റിറ്റ്യൂഡ്? താങ്ക്ഫുൾനെസ്, നന്ദി അറിയിക്കുന്നു. അപ്പൊ ആരോടൊക്കെ ഞാൻ നന്ദി അറിയിക്കുന്നു? എന്റെ വായനക്കാരോട്. അവരെന്റെ കൃതികളും ഇതൊക്കെ വായിച്ച് അവർ നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ അതിന്റെ പിന്നിൽ ഈ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ, ആ കൃതികൾ പബ്ലിഷ് ചെയ്യാൻ എന്താണ് അതിന്റെ പിന്നിൽ പണിയെടുത്തവർ, ഹാർഡ് വർക്ക് ചെയ്തവർക്കൊക്കെ, ദോസ് ഇൻ ഫോറിൻ ലാൻഡ്സ് ഹു ഹാവ് വർക്ക്ഡ് ഫോർ മീ, വേറെ ഫോറിൻ ലാൻഡ്സ്, അന്യ സ്ഥലത്ത്, അന്യ കൺട്രിയിൽ പോയിട്ട് എനിക്ക് വേണ്ടി വർക്ക് ചെയ്തതിന് ഐ ആം ഇൻ ഗ്രാറ്റിറ്റ്യൂഡ്. Father, both of their praise and for the censure. And I will praise means അവരെന്നെ പ്രോത്സാഹിപ്പിച്ചു, നല്ലത് പറഞ്ഞു, അതിനും പിന്നെ എന്റെ ക്രിറ്റിസിസത്തിനും. Yes, Father will say, and I shall see him look a little less calm. So what Father will be saying, he will be listening all the things what I am saying. ഞാൻ പറയണതൊക്കെ കേൾക്കണ്ടോ? അപ്പൊ yes, Father will say. Father എന്ത് പറയും? So she is thinking that she is in paradise and she is telling everything to whom I am in debt. I shall see him look a little less calm. ഞാൻ കാണുന്ന എന്താണ്? He is calm and quiet, sitting. Remember all who have helped me, Father. ഞാൻ എല്ലാവരെയും ഓർക്കുന്നുണ്ട്, എന്നെ സഹായിച്ചവരൊക്കെ. ഞാൻ അവരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു. അവർക്ക് ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. I shall say, think of my faithful friend SL, who tried to open doors for me when no one dared to believe in me. എൻ്റെ ഒരു ഫെയ്ത്ത്ഫുൾ ആത്മാർത്ഥ സുഹൃത്താണ് SL. SL ആണ് എനിക്ക് എല്ലാ വാതിലുകളും തുറന്നു തന്ന്. ആൻഡ് വെൻ നോ വൺ ഡാഡ് ടു ബിലീവ് ഇൻ മീ, ആർക്കും ഇന്നെ വിശ്വാസം, പക്ഷെ എൻ്റെ ഫ്രണ്ട് എനിക്ക് മോട്ടിവേറ്റ് ചെയ്ത് പിന്തുണ തന്നുകൊണ്ട്. All the love that has come to me, the honors, the distinctions. എന്താണ് എൻ്റെ പ്രതി എല്ലാവർക്കും സ്നേഹവും ആദരവും എല്ലാ സക്സസും വന്നത് എന്താണ്? ബിക്കോസ് മൈ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് സപ്പോർട്ടഡ് മീ. എൻ്റെ SL പറഞ്ഞ ഒരു സിൻസിയർ ഫ്രണ്ട്, ഒരു ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. Do you not understand now that I had to come to you to ask how such debts can be paid? So, do you not understand now that I had to come? Do you not understand? നിങ്ങൾക്ക് മനസ്സിലാവോ? Now that I had to come to you to ask how such debts can be paid. അപ്പൊ ഞാൻ ഇപ്പൊ വന്ന് എന്ത് ചോദിക്കാം? ഇങ്ങനത്തെ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടും, ഫാദർ? So, how I going to pay all these debts? So tell me the solution. What is the remedy behind it? ഇവരോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. So how shall I, how do you not understand now that I had to come to you to ask how such debts can be paid? നിങ്ങൾക്കറിയോ ഞാൻ ഇപ്പൊ എന്തിനാ വന്നെന്ന്? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഞാൻ ഈ കടങ്ങളൊക്കെ വീട്ടാ. ഈ കടങ്ങളൊക്കെ എങ്ങനെ ഞാൻ വീട്ടാ, ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞുതരും. സോ to whom I will be debt, that nature, my friends, my faithful friend SL, I am in debt. So I am owing gratitude. I owe gratitude to all those persons who supported me. എന്നെ സഹായിച്ചവരെല്ലാവരും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. Father has lowered his head and does not look so hopeful anymore. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്താണ്? ഷീ ഈസ് ലോവർ, തല താഴ്ത്തി ഇരിക്കുകയാണ്. ആൻഡ് ഡസ് നോട്ട് ലുക്ക് സോ ഹോപ്പ്ഫുൾ, ഇതിനൊരു സൊല്യൂഷൻ ഇല്ല, ഒരു പ്രതീക്ഷ, എനിക്ക് ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരം കാണാനില്ല. I agree, daughter, it is not going to be easy to find help for you, but surely there is nothing more you owe anyone.
സോ നീ പറയണതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി ടു ഫൈൻഡ് ഹെൽപ്പ് ഫോർ യു. ഇതൊരു നിസ്സാര കാര്യമല്ല, നീ എല്ലാവരോടും കടപ്പെട്ടിരിക്കും. ഈ കടം എങ്ങനെ വീട്ടുന്നത്, അതിനൊരു സൊല്യൂഷൻ, അതിനൊരു ഉത്തരം എനിക്ക് പറഞ്ഞുതരാൻ വയ്യ. ഇറ്റ് ഈസ് നോട്ട് ഈസി. ദർ ഈസ് നത്തിങ് മോർ യു ഓവ് എനിവൺ. നീ ഇനി ആരടുത്തും ഒന്നും നീ ആഗ്രഹിക്കാനില്ല. എന്താണ്? അത്രമാത്രം നിന്നെ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. Yes, Father, I have found it difficult enough to bear all that I owed before. My biggest debt has not yet come. That is why I had to come to you for advice. എന്താണ്? Yes, എനിക്കറിയാം. I have found it difficult. I have found very difficult that enough to bear. എനിക്ക് ഇതൊന്നും പ്രയാസമാണ് ഇതൊക്കെ സഹിക്കാൻ. ഇത്രയും ഇതിന്റെ പിന്നില് എല്ലാവരും വർക്ക് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെ മോട്ടിവേറ്റ് ചെയ്തേനെ. ദാറ്റ് ഐ ഓഡ് ബിഫോർ. പക്ഷെ ഇതിലും വലിയൊരു ഡെപ്റ്റ് ഹാസ് നോട്ട് യെറ്റ് കം. ഇതിലും വലിയ കടം വന്നിട്ടില്ല. എന്താണ്? ദാറ്റ് ഈസ് വൈ ഹാഡ് കം ടു യു ഫോർ അഡ്വൈസ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉപദേശം തേടി ഞാൻ വന്നത്. എന്താണത്? I cannot understand how you could owe still more. Father will say, oh yes, I will reply, and then I will tell him all about this. എന്താണ്? I cannot understand. എനിക്ക് മനസ്സിലാവണില്ല. How you could owe still more. എങ്ങനെയാ എനിക്ക് ആ കടം ഞാൻ എങ്ങനെ വീട്ടും? ഇനി നിങ്ങൾക്ക് എന്താണ് ആ ഡെപ്റ്റ്, ആ നന്ദി, ആ ഡെപ്റ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ എങ്ങനെ അത് വീട്ടും അത് എനിക്കറിയില്ല. ഫാദർ വിൽ സേ, ഓ യെസ്, ശരി. ഹൗ യു കുഡ് ഓവ് സ്റ്റിൽ മോർ. ഇനി ഞാനൊന്നും മറ്റുള്ളവരെ ഇന്ന് ആഗ്രഹിക്കുന്നതില്ല. ബിക്കോസ് ദാറ്റ് മച്ച് ഹെൽപ്പ് ദേ ഹാവ് ഡൺ ടു മീ. ഓ യെസ്, ഐ വിൽ റിപ്ലൈ. ഫാദർ വിൽ സേ, എന്താണ് ഫാദർ പറയുക? യെസ്, I will reply and then I will tell him all about this. അതിനെ കുറിച്ചിട്ട് ഞാൻ പറയും. എന്താണ്? I just cannot believe the academy. So the academy which is going to give the Nobel Prize. Father will say, but looking at me and seeing my face, he will know it is all true, and then every wrinkle in his face will tremble and tears will come into his eyes. So what? I just cannot believe that God, Father will say. അപ്പം എന്താണ്? അങ്ങനെ അവാർഡ് കിട്ടിയ കാര്യം പറയുകയാണ്. She is telling that looking at me, seeing my face, എൻ്റെ മുഖം നോക്കിയിട്ട്, he will know it is all true. ഇതൊക്കെ സത്യമാണ്. That her daughter has received the Nobel Prize. And then every wrinkle means ചുളിവ്. ഇപ്പൊ വയസ്സാകുമ്പോ നമുക്ക് മുഖം ചുളിവ് വരില്ല, അതിനെ wrinkle പറയും. അപ്പൊ wrinkle in his face will tremble. എന്താണ്? ഫേസിൽ ട്രംബിൾ. സന്തോഷം കാരണം എന്താണ്? tears will come into his eyes. സന്തോഷത്തിന്റെ കണ്ണുനീര്. that she has received. ഇത്രയും പിന്നില് ഹാർഡ് വർക്കും ചാലഞ്ചസ് ഒക്കെ നേടിയിട്ട് at the end, at last she received the Nobel Prize. ഇത് കേൾക്കുമ്പോൾ my father will burst into tears. Because he is very happy. Think, Father, it is not only honor and money they are bestowing on me. ഈ അക്കാഡമി നോബൽ പ്രൈസ് കിട്ടണത് ഇന്റെ bestowing means they are not showering. അങ്ങനെ എനിക്ക് അംഗീകാരവും പൈസയൊന്നും അല്ല എനിക്ക് തരുന്നത്. they have shown that they have trust enough in me. ഈ അംഗീകാരവും ഈ സമ്മാനം തന്നിട്ട് അവരെന്താ എനിക്ക് പറഞ്ഞിരുന്നത്? that they believe in me. They trust in me. Trust means they enough in me to single me, but before the whole world. അപ്പൊ എല്ലാവരും മുമ്പിൽ എനിക്ക് ഒരു അംഗീകാരം കിട്ടിയത് ഇവര് എനിക്ക് കാണിച്ചു തരികയാണ്. എന്താണ്? they have belief in me. How shall I repay this debt? ഈ നോബൽ സമ്മാനം തരുന്നത് എങ്ങനെ ഈ അക്കാഡമിയോട്, ഈ ആൾക്കാരോട്, ഈ ജനങ്ങളോട് ഞാൻ നന്ദി പറയണത്? എങ്ങനെ ആ കടം ഞാൻ വീട്ടും? ഇതൊക്കെ അവര് എന്താണ്? അവര് അംഗീകാരവും പൈസയും ഒന്നും അല്ല എനിക്ക് തരുന്നത്.
പക്ഷെ ഇന്റെ ഉള്ളിലുള്ള ഒരു വിശ്വാസമാണ് അവര് എനിക്ക് കാണിച്ചു തരുന്നത്. They have shown that they have trust enough in me to single me out before the whole world. ഈ ലോകത്തിന്റെ മുമ്പിൽ എനിക്ക് ഒരു അംഗീകാരം തന്നെ വിശ്വാസമുണ്ടെന്ന് അവര് മനസ്സിലാക്കി തന്നു. How shall I repay this debt? എങ്ങനെയാണ് ഈ കടം വീട്ടുക? ഇത്രയൊക്കെ അംഗീകാരം തന്നു, ഇനി ഞാൻ ഒന്നും ആഗ്രഹിക്കില്ല. That much happy I am. So how shall I repay this debt? എങ്ങനെ ഞാൻ ഈ കടം വീട്ടും? Debt of gratitude. Father will sit and still no words will come as he thinks. She is thinking that in the heaven, she is telling that father will be sitting, that no answer will be coming, and no words will come as he thinks. ഇങ്ങനെ ചിന്തിച്ചിട്ട് വാക്കുകളില്ല വരാനും. Then drying tears of joy from his eyes. എന്താണ്? സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. പുറേ എന്താണ്? ഇത്രയും വലിയ സന്തോഷം ഇല്ല ലോകത്ത് അറിയപ്പെടുന്ന ഒരു ഫസ്റ്റ് വുമൺ ആണ്. She was the first woman to receive the Nobel Prize in Literature. So she is thinking how much my father is happy. So he is happy and tears of joy is coming out from his eyes. He will bang down his fist on the arm. Fist means നമ്മുടെ കൈ ഇങ്ങനെ മടക്കി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലുള്ള അതിനാണ് ഫിസ്റ്റ് പറയണത്. സോ ഫിസ്റ്റ് അവിടെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് അടിക്കണേനാണ്. ബാങ് ദ ആം ഓഫ് ദ റോക്കിംഗ് ചെയർ. റോക്കിംഗ് ചെയറിൽ ഇങ്ങനെ ആ കൈ മുഷ്ടി പറയില്ല, നമ്മളിങ്ങനെ കൈ മടക്കി പിടിച്ച് ഇങ്ങോട്ട് അടിക്കണത്. Because he is expressing his joy, സന്തോഷം അറിയിക്കുകയാണ്. And say, I will not rack my brains about problems that no one rack my brains rack about problems that no one in heaven or on earth can solve. I will not rack my means എന്താണ് rack the brain means? Break the brains നമുക്ക് think very hard. ഇനി തല പുണ്ണാക്ക പറഞ്ഞ ഇങ്ങനെ ആലോചിച്ച ഒരു കാര്യത്തിൽ എനിക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? സോ what think very hard. Rack my brains means പ്രോബ്ലംസ് പ്രശ്നങ്ങളും ഇല്ലാത്തൊരു മനുഷ്യനും ഇല്ല. അപ്പൊ അതിൽ ഞാൻ തല ഇങ്ങനെ പുകഞ്ഞ് ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഇല്ല. About problems that no one in heaven on earth can solve. ഈ ലോകത്ത് ഭൂമിയിലോ സ്വർഗത്തിലോ ഒരു പ്രോബ്ലംസിനും എന്താണ് അതിന് വേണ്ടിയിട്ട് പ്രശ്നങ്ങൾക്ക് ഞാൻ ഉണ്ട്. എന്താണ്? ഐ വിൽ വോണ്ട് തിങ്ക്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഞാൻ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യില്ല. I will not rack my brains about problems that no one in heaven or earth can solve. ഈ ഭൂമിയിലോ സ്വർഗത്തിലോ ഒന്നും ഓരോ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ ചിന്തിച്ച് ടെൻഷന് കേട്ടില്ല. I am too happy that you have been given the Nobel Prize to worry about anything. ഇന്ന് എനിക്ക് എന്തിനാണ് ടെൻഷന്? ഇനി ടെൻഷനൊന്നുമില്ല. എന്താണ്? I am too happy. ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. That you have given the Nobel Prize. Swedish Academy has awarded you Nobel Prize. അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്താണ് എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ടെൻഷൻ അടിക്കണോ അല്ല ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നൗ ഐ എം വെരി ഹാപ്പി ദാറ്റ് യു received the Nobel Prize. Your Majesties, Your Royal Highnesses, ladies and gentlemen, having received. So she is addressing on the stage. She is going to receive the Nobel Prize. Stage. Your Majesties, Your Royal Highnesses, ladies and gentlemen, having received no better answer than this to all my questions, it only remains to me to ask you to join me in the toast which I have the honor to propose to the Swedish Academy. എന്താണ് അവര് എന്താ പറയുന്നത്? സെൽമ ലാഗർലോഫ്, she is very happy and she is going to receive on the stage. She is received the what? She is received the Nobel Prize in Literature. So she is telling that what?
Having received no better answer, ഇതിന് ഒരു ഇത്രയും വലിയ സമ്മാനം ഞാൻ ഏറ്റുവാങ്ങി, ഇതിന് മറുപടി തരാനുള്ള വാക്കുകളില്ല. എന്താണ് better answer than this to all my questions, എല്ലാ questions, because that much you supported me. ഈ ലോകത്ത് എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അവരെ സപ്പോർട്ട് കാരണമാണ് today I received the Nobel Prize. Your Majesties, Your Royal Highnesses, ladies and gentlemen, having received no better answer than this to all my questions, it only remains to me to ask you to join me. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവണം. ഇൻ ദ ടോസ്റ്റ് വിച്ച് ഐ ഹാവ് ദ ഓണർ. നിങ്ങൾ എൻ്റെ ഒപ്പം എല്ലാവരും എൻ്റെ ഒപ്പം ഇപ്പോഴും എൻ്റെ കൂടെ കമ്പാനിയൻസ് ആയിട്ട്. ദാറ്റ് ഈസ് ദ ടോസ്റ്റ്. ജോയിൻ മീ ഇൻ ദ ടോസ്റ്റ് വിച്ച് ഐ ഹാവ് ദ ഓണർ ടു. എനിക്ക് കിട്ടിയ ഈ അംഗീകാരത്തിൽ നിങ്ങളും ഇതിന്റെ മുഴുവൻ പങ്ക് നിങ്ങളുടെയും കൂടി ആണ്. ബിക്കോസ് ഓഫ് യുവർ സപ്പോർട്ട് ആൻഡ് മോട്ടിവേഷൻ ഐ റിസീവ്ഡ് ദിസ് അവാർഡ് ടു പ്രപ്പോസ് ടു ദ സ്വീഡിഷ് അക്കാഡമി. നിങ്ങളുടെ മുഴുവൻ സഹകരണം, നിങ്ങൾ എനിക്ക് ഈ നോബൽ സമ്മാനം വാങ്ങി തന്നതിന് ഞാൻ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. ഐ ഹാവ് ദ ഓണർ ടു പ്രപ്പോസ് ടു ദ സ്വീഡിഷ് അക്കാഡമി. നിങ്ങൾ കാരണമാണ് എന്താണ് എനിക്ക് ഇന്ന് ഈ സമ്മാനം കിട്ടിയത്. സോ ഐ ആം വെരി മച്ച് ഓണേർഡ് ആൻഡ് ഐ ഫീൽ വെരി ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ഇൻ ദ ഹോൾ ഓഫ് ദ ഹോൾ വേൾഡ്. ഈ ലോകം മുഴുവൻ ഞാൻ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു എനിക്ക് ഇങ്ങനെ ഒരു സമ്മാനം തന്നേന്. സോ ഷീ ഈസ് ആസ്കിങ് ഹൗ ഷാൽ ഐ റീപേ ദിസ് ഡെറ്റ്. സോ she is very happy. കഥയിൽ നമുക്ക് ആദ്യം കാണാം, she is very happy and going to receive സമ്മാനം ഏറ്റുവാങ്ങാൻ പോവാണ്. but her father is not alive. അങ്ങനെ she is daydreaming and she goes to heaven and she is talking with she tells about all her sorrows and joys, and she's telling the happy news that she's received the Nobel Prize. എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. ആരോടൊക്കെയാണ്? നേച്ചർ, ഫ്രണ്ട്സ്, റീഡേഴ്സ്, ഫാമിലി മെമ്പേഴ്സ്, മദർ, ഫാദർ, ഇവരോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇവരോട് അങ്ങനെയാണ് ഞാൻ നന്ദി പറയുന്നു. എല്ലാവരോടും ഞാൻ നന്ദി പറയും. അപ്പോ ഇതാണ് സ്റ്റോറി. സെൽമ ലാഗർലോഫിന്റെ ഒരു എലാബറേറ്റ് സ്പീച്ച്. എന്താണ്? സ്പീച്ച് ഈസ് എ സിഗ്നിഫിക്കന്റ് അഡ്രസ് ഡെലിവേർഡ് ഡ്യൂറിങ് എ സ്പീച്ച് ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ കഥയിൽ കണ്ടത് എന്താണ്? She goes to the Scott home, and on the way she is daydreaming and she dreams that she is in heaven. And she sees her father sitting in the rocking chair, and she talks she talks about her feelings and emotions to her father. And the speaker, who is the speaker here? ആരതൊക്കെ പറയണത്? സെൽമ ലാഗർലോഫ് ആണ്. അപ്പോ സ്പീക്കേഴ്സ് തോട്ട്സ് then wandered to the depths she owes. എന്താണ്? അവരുടെ മനസ്സിങ്ങനെ അലിഞ്ഞിരിഞ്ഞ് പോവുകയാണ്. എന്താണ്? എങ്ങനെ ഞാൻ അവർക്ക് വിഷമം എന്താണ്? എനിക്ക് എല്ലാവരും സപ്പോർട്ട് കാരണമാണ് എനിക്ക് ഈ സമ്മാനം കിട്ടിയത്. അപ്പൊ എങ്ങനെ ഞാൻ ഈ കടമൊക്കെ വീട്ടും? അതാണ് ഈ ട്രെയിനിലും അവർ ചിന്തിക്കുന്നതും പിന്നെ അവർ സ്വർഗത്തില് ഫാദറിനെ കാണാൻ പോണതും. സോ ഷീ ടെൽസ് ദാറ്റ് she dwells deeper into in-depthness. The speaker imagines the conversation with her father. നമുക്കൊരു കോൺവെർസേഷൻ ഇത് എഴുതാൻ പറ്റും ഫാദറും സെൽമ ലാഗർലോഫിന്റെ. സീക്കിംഗ് അഡ്വൈസ് ഓൺ ഹൗ ടു റീപേ. എന്തിനാണ് കോൺവെർസേഷൻ? എങ്ങനെ ഞാൻ ഈ കടമൊക്കെ വീട്ടുക? She recounts her gratitude for the recognition bestowed upon her by the Nobel Academy, realizing the magnitude of this honor. അപ്പൊ തിരിച്ചറിവാണ് എങ്ങനെയാണ് ഈ അക്കാഡമി അവരെ ആദരിച്ചത്. അവരെ പേര് എന്താണ്? അവരെ സഹായം
എല്ലാം തന്നത്. എങ്ങനെയാണ് ഇവരെ സഹായത്തോടെ എനിക്ക് ഇങ്ങനെ ഒരു നോബൽ സമ്മാനം കിട്ടിയത്. സോ ദിസ് ഈസ് ദ lesson, this is speech, depths of gratitude. Means ഒരു elaborate speech ആണ് banquet speech depths of gratitude. ഇതിൽ നമുക്ക് ആ സ്പീച്ചിനെ കുറിച്ചിട്ട് എന്താണ് ഒരു മൊത്തത്തിലൊരു ഞാൻ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞുതരാം. The narrator's early trips had usually been to do something difficult as pass examinations. Now she was coming to receive the Nobel Prize in Literature. ഒരു കുട്ടിക്കാലത്തൊക്കെ കുറേ എക്സാമിനേഷൻസ് ഒക്കെ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു പാസ് അല്ലേ. അതൊരു നമുക്ക് ഏത് ഇതും നേടണമെങ്കിൽ നമ്മളെ പരീക്ഷകൾ കടന്ന് പോണം. പരീക്ഷണങ്ങൾ കുറേ ഉണ്ടാവും, എക്സാംസും ഇതൊക്കെ. സോ but the narrator is very happy. Narrator means പറയുന്ന ആളാരാണ്? Selma Lagerlof. She is very happy, but she is at the same time she is very sad. Why? Because she thought of her father. He is not alive. He was not longer alive and she couldn't tell him. എന്ന് അവരോട് പറയാൻ പറ്റിയില്ല അല്ലേ. അങ്ങനെ അവിടെ ഓത്തേഴ്സിന്റെ തോട്ട്സ് ആ ഷിഫ്റ്റിംഗ് ഫ്രം ദ സറൗണ്ടിങ്. എങ്ങനെയാണ് ആ ചിന്തകൾ അവിടുന്ന് മാറുന്നത്? ഒരു ഷിഫ്റ്റിംഗ് ഉണ്ട്. നമ്മള് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടു ഹർ ഡേ ഡ്രീം ടു ഗോയിങ്. ട്രെയിനിലുള്ള രംഗം എവിടേക്ക് മാറണം? ഹെവൻക്ക്, പാരഡൈസ്. സോ സറൗണ്ടിങ് ഓഫ് ദ ട്രെയിൻ ടു ഹർ ഡേ ഡ്രീം ഓഫ് ഗോയിങ് ടു മീറ്റ് ഹർ father. He shift from the surrounding of the train to her daydreams make her think that the coach is no longer they are gliding. അപ്പൊ പറക്കണതാണ് തോന്നുന്നത് കോച്ചസ് ഒക്കെ ട്രെയിനിന്റെ. അങ്ങോട്ടാണ് പിന്നെ പോണത് ഹെവൻക്ക്. സോ അവിടെ ഒരു ഷിഫ്റ്റിംഗ് ഓഫ് ദ സീൻ ഉണ്ട്. എന്താണ്? ഫ്രം ദ ട്രെയിൻ ടു ദ എവിടേക്കാ പോണത്? ടു ദ ഹെവൻ. അപ്പൊ അവിടെ ഫാദർ എന്താണ് കാണുന്നത്? ഫാദർ ഈസ് ആൻ ഓൾഡ് മാൻ who is sitting nearby in the courtyard and sitting nearby the garden, who lives close to nature. എപ്പോഴും പ്രകൃതിന്റെ അടുത്ത് ഇരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഇവര് ഒരു സെൽമ ലാഗർലോഫ് ഒരു അഡ്വൈസ് ചോദിക്കാൻ പോവാണ്. എങ്ങനെ ഞാൻ ഇവരോടൊക്കെ നന്ദി, എങ്ങനെ ഈ കടമൊക്കെ വീട്ടും. ഇവര് ഇനി ഒരു വലിയൊരു എഴുത്തുകാരി അല്ലെ നോബൽ സമ്മാനം കിട്ടിയതിന്റെ ഒരു അംഗീകാരം എങ്ങനെയാണ് കടം വീട്ടേണ്ടത്. The speaker requests advice from her father regarding how to repay the various debts she feels she owes. അവർക്ക് തോന്നുന്നു ഇവരോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്താ പറയണ? ഇങ്ങനെയാണ് ഞാൻ ഇവരോടൊക്കെ. so she is asking advice to her father. അല്ലെ, ഫാദറിനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ ഈ കടമൊക്കെ വീട്ടുക. These debts include not just financial debts, but also debts of gratitude towards her family. Financial ആയിട്ടല്ല, പൈസ ആയിട്ടുള്ള കടമല്ല. It's a debts of gratitude. ഇവരൊക്കെ പിന്തുണ, മോട്ടിവേഷൻ ഒക്കെ ഉണ്ടായിട്ടാണ് എന്താണ് എനിക്ക് ഇത്ര വലിയൊരു സമ്മാനം വാങ്ങാൻ പറ്റിയത്. So, and she is in debt of gratitude towards her family. ആരോടൊക്കെയാണ്? family, friends, readers, mentors, and even nature itself. പ്രകൃതിയോടും പ്രകൃതിയിൽ കണ്ട കാര്യങ്ങളും ഒക്കെ പ്രകൃതിയിൽ ഉൾപ്പെടുത്തി. She seeks guidance on how to honor these debts. എങ്ങനെയാണ് ഈ ഡെബ്സ് ഒക്കെ എങ്ങനെ ഞാൻ അതൊക്കെ വീട്ടും, അതിനുള്ള അഡ്വൈസ് ആണ് ഫാദറിനോട് ചോദിക്കുന്നത്. എസ്പെഷ്യലി ആഫ്റ്റർ ബീങ് അവോർഡഡ് നോബൽ പ്രൈസ്, നോബൽ സമ്മാനം കിട്ടിയ അംഗീകാരം കിട്ടിയെന്ന് അറിഞ്ഞപ്പോ എങ്ങനെയായാലും ഇവരൊക്കെ കടം ഞാൻ വീട്ടും. Which she sees as a culmination of the trust and recognition bestowed upon. ഒരു അംഗീകാരം, recognition and culmination, രണ്ട് വിശ്വാസവും അംഗീകാരവും ഒക്കെ എന്റെ മോള് എന്താണ് പെയ്ത് തന്നു പറഞ്ഞാൽ അവര് they have given me that recognition. അപ്പോ എങ്ങനെ ഞാൻ അവരോടത് ഞാൻ നന്ദി അറിയിക്കുന്നു. And I am very much happy to receive this award. So that is the story. എങ്ങനെയൊക്കെയാണ് അവര് കഥകള് ഓരോ പാരഗ്രാഫിൽ നമുക്ക് കാണുന്നത്. പാരഗ്രാഫ്
10-16 നോക്കുക. അതില് when the narrator tell him that she was indebted to her father for playing piano and singing Bellman songs to them, how he could let them read Tagore and ഇതൊക്കെയാണ് സ്റ്റോറി ബുക്സ്, ബുക്സ് ആൻഡ് ഓൾ. അപ്പൊ എങ്ങനെയാണ് ഫസ്റ്റ് ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത്? ഫാദറിനോട്. ഹൗ ഹി പ്ലേഡ് ദ പിയാനോ and how he told the stories and how he used to read the story books. പിന്നെ എക്സ്പീരിയൻസ്. പിന്നെ അടുത്ത് നിങ്ങൾ പ്രകൃതി ഭംഗി, പോയട്രി ഇൻ experience poetry in hard rocks and black forest when she listened to the wonderful stories of water spirits and trolls and enchanted maidens narrated by the old men and women sitting in their small cottages. ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് അവര് പ്രകൃതിയിൽ കാണുന്ന കാഴ്ചകളൊക്കെയാണ് അവര് ഇതില് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവര് പോയട്രിയില്. അങ്ങനെ she consoles that her father is consoling, അല്ലേ? പറയുന്നുണ്ട് എന്താണ്? not to worry, not to worry that not to worry of her, there is a remedy for her trouble. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നാണ് പറയണത്. റെമഡി ഉണ്ട്, സൊല്യൂഷൻ ഉണ്ട്. You should not worry. And when she tells about the news that she had received the Nobel Prize, her father is very much happy. But Selma Lagerlöf is indebted to the whole world and to the Academy for showing that they have trust enough in her to single her out before the whole world. ലോകത്തിന്റെ മുമ്പിൽ ഇന്നെ കാണിച്ചു തന്നെ എനിക്ക് ഇങ്ങനെ സമ്മാനം തന്ന് അഭിനന്ദിച്ചതിന്, ഓണർ ചെയ്തതിന് ഞാൻ ഇവരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു. So in this speech, the nature also plays a significant role. അല്ലേ? ഒരു നേച്ചറിൽ കാണുന്ന നമ്മളുടെ ഇമാജിനേഷനും ആ ചിന്തകളും ഇതൊക്കെ എന്താണ് ഈ പ്രകൃതിയോടെ കാണുന്ന കാഴ്ചകളൊക്കെ എന്താണ് പോയട്രീന്റെ രൂപത്തിൽ ഞാൻ അതിൽ ഉൾപ്പെടുത്തി. സെൽമ ലാഗർലോഫ് പറയാൻ. അപ്പൊ ഞാൻ നേച്ചറിനോടും കടപ്പെട്ടിരിക്കുന്ന, നേച്ചറിൽ കണ്ട പ്രകൃതി ദൃശ്യങ്ങളും ഞാൻ എന്റെ കവിതകളിൽ ഉൾപ്പെടുത്തി. അതുപോലെ friends and family, they supported me, especially my father and mother. Her mother is alive, she is old, and she encouragement and love played a very crucial role in shaping her identity and nurturing her talents. And the nurturing in ഓരോ ഘട്ടങ്ങളായി എനിക്ക് പ്രോത്സാഹനം നന്ദി, എന്റെ ടാലൻസിനെ സപ്പോർട്ട് ചെയ്തതിന്, അപ്രീഷിയേറ്റ് ചെയ്തതിന് I feel gratitude towards my parents and to the readers also. എങ്ങനെ റീഡേഴ്സിനായിട്ട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു? because they are recognize their role in the success. എന്താണ് എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് അതിനെ അവര് appreciated my work. They showed interest in my work and motivated and inspired me. They showed, the readers or the academy showed what? They showed that she can write, she can become a good writer, and they came to understand that there is an interest in writing in me. ഇന്നേലൊരു താല്പര്യമുണ്ടെന്നും കൂടി അറിഞ്ഞുകൊണ്ടാണ് എന്താണ് they appreciated my work and they supported me, they motivated and inspired me to continue writing. എന്നെ ഇൻസ്പയർ ചെയ്തുകൊണ്ടും കൂടിയാണ് ഞാൻ എൻ്റെ എഴുത്ത് നിർത്താതെ പോയത്. അപ്പൊ ഇതൊക്കെയാണ് ഈ കഥയിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇവരൊക്കെ സഹകരണം ഉണ്ടായോണ്ടാണ് എന്താണ് Selma Lagerlöf, she received the Nobel Prize in Literature. അപ്പോ ഈ കോൺട്രിബ്യൂഷൻസും that influences ഒരു മനുഷ്യന്റെ എന്താണ് നമ്മളുടെ സപ്പോർട്ടും മോട്ടിവേഷനും ഉണ്ടെങ്കിൽ each and every person can reach his highest peak. അപ്പം ഉയർന്ന ഇതിലെത്തണമെങ്കിൽ
എല്ലാവരെയും സപ്പോർട്ട് നമുക്ക് ഫാമിലിയിൽ ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ തന്നെ ഒരു പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കുകയാണ്, ചിലപ്പോൾ നിങ്ങളുടെ ഹാർഡ് വർക്കും മോട്ടിവേഷൻ ഓഫ് യുവർ മദർ ഓർ ഫാദർ ഓർ യുവർ സിസ്റ്റർ ഓർ ബ്രദർ അവരൊക്കെ പിന്തുണ ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല മാർക്കും നിങ്ങൾക്ക് നല്ല പൊസിഷനിലും എത്താൻ പറ്റുന്നത്. അപ്പൊ അതാണ് ഇവിടെ സെൽമ ലാഗർലോഫ് പറയുന്നത്, നോ പെയിൻ നോ ഗെയിൻ. നമ്മൾ അധ്വാനിച്ചാല് കഷ്ടപ്പെട്ടാലേ നമുക്ക് എന്തിനും നേടാൻ പറ്റുള്ളൂ. സോ she is telling that there are many challenges. ഭാവിയിൽ കുറെ challenges responsibilities ഒക്കെ ഉണ്ടായിരുന്നു. And the motivation or inspiration given by the friends, relatives and my parents, they had changed me, grow as a person, ഒരു മനുഷ്യനായിട്ട്, and fulfilled her obligation both as a writer and as a human being. അങ്ങനെ ആ ഒരു ഇത്രയും പിന്തുണ ഉണ്ടായോണ്ട് എനിക്ക് ഒരു റൈറ്റർ, നല്ലൊരു ഹ്യൂമൻ ബീങ്ങും ആവാൻ പറ്റിയത്. ഇവിടെ സെൽമ ലാഗർലോഫിന്റെ മെസ്സേജ് എന്താണ് ഓഡിയൻസിന്? സെൽമ ലാഗർലോഫ്സ് മെസ്സേജ് ടു ഹർ ഓഡിയൻസ് ആൻഡ് us, നമുക്കൊക്കെ ഉള്ള സന്ദേശം എന്താണ്? ഈസ് വൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഹ്യൂമിലിറ്റി ആൻഡ് ദ റിക്കഗ്നിഷൻ ഓഫ് ഇന്റർകണക്റ്റഡ്നെസ്. എന്താ ഗ്രാറ്റിറ്റ്യൂഡും അംഗീകാരം ഇതൊക്കെ തമ്മിൽ കണക്റ്റഡ് ആണ്, ഇന്റർകണക്ട്. Though through her speech she emphasized the importance of acknowledging and appreciating the influences and contributions of others shaping one's life and career. എപ്പോഴും നമ്മൾ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം, മറ്റുള്ളവര് കാര്യങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ മാർക്ക് കിട്ടിയില്ല, നിങ്ങൾ ചീത്ത പറയാം, എന്തിനാടാ മാർക്ക് കിട്ടിയില്ല, അങ്ങനെ നിങ്ങളുടെ പാരന്റ്സ് പറയും. നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. എന്ത് വേണം, നിങ്ങൾ അതിലും അപ്പുറം എനിക്ക് ഇനിയും പേടിക്കാൻ പറ്റുന്ന ഒരു വാശിയോടെ, യു ഷുഡ് എ സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഷുഡ് ബി ദർ. കുറച്ച് തീരുമാനം, ഇതിലും കൂടുതൽ എനിക്ക് പേടിക്കണം അടുത്ത പരീക്ഷയ്ക്ക്, ആ ഡിറ്റർമിനേഷൻ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ആൻഡ് യു ഷുഡ് ഹാവ് എ സ്ട്രോങ്, have a courage to face all the difficulties and challenges in life. ഈ മെസ്സേജും കൂടിയാണ് നമ്മളുടെ നറേറ്റർ പറയുന്നത്, സെൽമ ലാഗർലോഫ്. നമ്മൾ ഒരു കാര്യത്തിലും എന്താണ് വിഷമങ്ങൾ വന്നാലും പിന്മാറാൻ പാടില്ല. യു ഹാവ് ടു ഫേസ് all the things and you have to find a solution bravely and boldly ധൈര്യത്തോടെ അതിനൊക്കെ കൈകാര്യം ചെയ്യണം. ഇവിടെ she highlights the role of nature literature. എങ്ങനെയാണ് ഇവരൊക്കെ റോള്? നേച്ചർ, ലിറ്ററേച്ചർ, ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് റീഡേഴ്സ് ഇൻ ഹർ ജേർണി. അവരെ ജീവിതയാത്രയിൽ എങ്ങനെയാണ് ഇവരൊക്കെ അവരെ സ്വാധീനിച്ചത്, ഇൻഫ്ലുവൻസ് ചെയ്തത്. ആസ് എ റൈറ്റർ illustrating the interconnectedness of all these elements. ഇവരൊക്കെ സഹകരണം ഉണ്ടായിരുന്നു, ഇവരൊക്കെ കണക്റ്റഡ് ആയതുകൊണ്ട് ഇന്ന് ഞാൻ ഈ പൊസിഷനിൽ എത്തിയത്. Her speech reflects a deep sense of humility in the face of receiving prestigious accolades as well as her commitment to continue learning. അപ്പോൾ ഇങ്ങനത്തെ കമ്മിറ്റ്മെന്റ് എല്ലാവരുടെ പിന്തുണയും സപ്പോർട്ടും ഉണ്ടായതുകൊണ്ട് അവർക്ക് എന്താണ് ആ നന്ദി. ഷീ ഡിസൈഡഡ് ടു ഗ്രോ മോർ, ഇനിയും മുന്നോട്ട് പോണമെന്ന് ആഗ്രഹിച്ചു. Expressing gratitude for the opportunities and support she has received. എല്ലാ അവസരങ്ങളും ഒന്നും പാഴാക്കാതെ അതൊക്കെ നേരിട്ട് അവസരങ്ങളിലൊക്കെ പങ്കെടുത്ത്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയത്, എന്തൊക്കെ പരീക്ഷകളായാലും നമ്മളുടെ ജീവിതത്തിൽ എന്ത് സന്ദർഭങ്ങളും വന്നാലും അതിലൊക്കെ പങ്കെടുത്ത് അതിലൊക്കെ അവർ വിജയം നേടി. In the last she received the Nobel Prize. അപ്പോൾ ഇതാണ് നമ്മളുടെ നമ്മളുടെ സ്പീച്ച്. അതൊരു വെരി interesting speech, that how she tells that how she received, what are the how she feel pride and admiration, and she is extending her gratitude to the whole world who supported her, and she is
extending, and she gets a heartfelt welcome, and she receives a heartfelt welcome from the academy, and she receives the Nobel Prize in literature. And her faithful friend is SL. SL is her faithful friend. She plays an important role in her life. How she supported her to get through all the difficulties in life. And SL, she supported her. She supported her in supported her that she will be that she is loved, and she believed in all, and she gave her motivation and inspiration. So in 12th paragraph you can see SL, she remember her, and she tells that she is the faithful friend SL. And she tells about how she believed, her friend believed in her, and all the love that has came to her, and she was honored, and she was appreciated by the academy. So her friend also plays a very important role in her life. അപ്പോൾ നമുക്ക് ഈ സ്പീച്ചിൽ കാണാം സെൽമ ലാഗർലോഫ്. Who is she? She is the first woman to receive the Nobel Prize in Literature. ഏത് വർഷമാണ് അവർക്ക് കിട്ടിയത് സമ്മാനം? 1909. പിന്നെ അവർക്ക് ഏത് ആ സമയത്ത് അവര് എവിടേക്കാ പോണത്? സ്റ്റോക്ക്ഹോമിൽ. എന്തിനു വേണ്ടിയിട്ട്? ടു റിസീവ് ദ നോബൽ പ്രൈസ്. അങ്ങനെ ഏതിലാണ് യാത്ര ചെയ്ത് പോണത്? ട്രെയിനില്, അല്ലെ? ട്രെയിനിൽ യാത്ര ചെയ്ത് പോണു. ആ സമയത്ത് എന്താണ് അവര് ശ്രദ്ധിക്കുന്ന? അവര് പാസഞ്ചേഴ്സ് ഒക്കെ എന്താണ്? they are dozing, they are slight sleepല് ആണ്. പിന്നെ എന്താണ് പിന്നെ ശ്രദ്ധിക്കുന്നവര്? she is listening to the rattling of the train. ആ സമയത്താണ് she is very happy, but at the same time she is very sad. എന്തുകൊണ്ടാണ് sad? Because her father is not alive, and she wants to tell that she want to share the news, good news, happy news to her father, that about the Nobel Prize. And she is daydreaming, and she goes to meet her father. എവിടേക്കാണ് ഫാദറിനെ കാണാൻ പോണത്? പാരഡൈസ്. അപ്പൊ in paradise, where will be her father sitting? എവിടെ ഇരിക്കണ്ടാവുക? In a rocking chair. And what her father will be doing? Father എന്ത് ചെയ്യുന്നുണ്ടാവും? He will be reading the books. To whom the author first fell into debt. ആരായിട്ടാണ് ആദ്യം കടപ്പെട്ടിരിക്കുന്നത്? ഫാദർ. What is the name of a faithful friend? SL. To which country she belongs? Sweden. അല്ലേ? പിന്നെ who was the first woman to win the Nobel Prize in Literature? സെൽമ ലാഗർലോഫ്. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ ആരോടൊക്കെയാണ് അവർ കടപ്പെട്ടിരിക്കുന്നു? ഫ്രണ്ട്സ്, നേച്ചർ, റീഡേഴ്സ്, then parents, that her faithful friend. ഇവരോടൊക്കെ അവര് കടപ്പെട്ടിരിക്കുന്നു. So she is in depths of, she is in great, she owes to them gratitude. പറഞ്ഞ അവരോടൊക്കെ ഞാൻ I owe them gratitude. അവരോടൊക്കെ ഞാൻ എന്താണ് കടപ്പെട്ടിരിക്കുന്നു? Gratitude means thankfulness. So this is the speech about Selma Lagerlof. So you have to read the textbook clearly 2 or 3 times. വായിച്ചിട്ട് വേണം. ഇതില് ഒരു ഷിഫ്റ്റ് ഉണ്ട്. ഷിഫ്റ്റ് പറഞ്ഞാൽ ഒരു നമ്മളുടെ എന്താണ് ട്രെയിനിലുള്ള ഒരു
മാറ്റം അവിടെ പാരഡൈസിലേക്ക് പോണ്ട് തിങ്കിങ് ആണ്. കഥയിൽ ചോദ്യമില്ല പറഞ്ഞ പോലെയാണ്. നിങ്ങൾ വിചാരിക്കും എങ്ങനെ ഇപ്പൊ ട്രെയിനിൽ ഇരിക്കുന്ന ആള് പെട്ടെന്ന് പാരഡൈസിലേക്ക് എത്തി. സോ ഷീ ഈസ് തിങ്കിങ് ബിക്കോസ് ഷീ ലവ്ഡ് ഹർ ഫാദർ വെരി മച്ച്. നല്ല സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് എന്താണ് അവർക്ക് പെട്ടെന്ന് ആ വാർത്ത എന്താണ് ഫാദറിനോട് അറിയിക്കണം തോന്നി. അപ്പൊ അവിടെ ഈ ട്രെയിനിലുള്ള സീൻ ഷിഫ്റ്റിംഗ് ഓഫ് ദ ട്രെയിൻ ഫ്രം ആ പരിസരം മാറിയിട്ട് ഇറ്റ് ഗോസ് ടു എന്താണ് ടു ദ പാരഡൈസ്. നമ്മൾ ക്യാരക്ടർ സ്കെച്ച് സെൽമാസ് ഫാദറിന്റെ ഒന്ന് നോക്കാം എന്തൊക്കെയാണ് വരിക. ഹി ഈസ് വെരി സപ്പോർട്ടീവ് അല്ലെ, അവരെ പിന്തുണ ഉണ്ടായോണ്ടാണ്. Selma Lagerlof's father is very supportive and encouraging figure in her life. അല്ലെ, ഒരു ഇതില് എത്താൻ കാരണം തന്നെയാണ് സപ്പോർട്ടീവ് ആയതുകൊണ്ട്. പിന്നെ he has a vivid imagination and excellent ability for story telling. കഥ പറയാനുള്ള ഒരു മനസ്സ് ഇമാജിൻ ചെയ്തിട്ട് ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ചിലർ കഥ പറഞ്ഞ എങ്ങനെയാണ് നമുക്ക് ശരിക്കും ഇതിൽ കാണാൻ പറ്റും. ദ സെയിം വേ സെൽമ ലാഗർലോഫിന്റെ ഫാദറും കഥ പറയുന്നത് എക്സലന്റ് ഒരു കഴിവുണ്ടായിരുന്നു. ആൻഡ് ഇൻസ്പയർഡ് ഫ്രം എ യങ് ഏജ്, ചെറിയ കുട്ടിയാകുമ്പോ തന്നെ സോങ്സ്, പാട്ടുകള്, കഥകളും ഇതൊക്കെ he used to tell. His narratives are not just entertaining but also filled with moral lessons and sense of wonder. കഥകളൊക്കെ വായിക്കുന്ന അതിന് ഗുണപാഠങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ മോറൽ ലെസൺസ്. ഇറ്റ് ഇൻസ്പയർഡ് സെൽമ എ ലോട്ട്. Whatever stories it impressed her, and he was a cheerful person and he was an old man very close to nature. പ്രകൃതി ഇപ്പം നമുക്ക് കാണാം പാരഡൈസിൽ പോകുമ്പോൾ എവിടെ ഇരിക്കുന്നുണ്ടാവുക, he will be sitting in the veranda in the rocking chair and he will be in front of the garden. അപ്പൊ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം he is very close to nature when he was living along with them. His positive outlook on life shaped her thoughts. He is very humorous and relaxed person, as we see in Depths of Gratitude. So he has got a positive outlook. പിന്നെ എങ്ങനെയായിരുന്നു, he is a loving father, affectionate, എല്ലാ കാര്യത്തിലും he is a good reader, അല്ലേ? He is portrayed as a warm and loving father whose affection and care provided Selma with emotional security. He is a good reader of books and also instilled his hobby in Selma too. So നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് he was a good reader. When she goes to paradise, she is telling that he will be sitting in the rocking chair and reading the book, and on seeing her he put down the book. അപ്പൊ അവിടെ നിന്ന് മനസ്സിലാക്കാം ഫാദർ ഒരു ഗുഡ് റീഡർ ആയതുകൊണ്ട് മകൾക്കും ആ കഴിവ് കിട്ടി, അല്ലേ? അതുപോലെ this support from her father was a crucial element in her journey and which she gratefully acknowledges in her speech. അപ്പൊ ഈ കഴിവുകളൊക്കെ ചെറുപ്പം മുതലേ അവര് ഫാദർ അതില് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആ പുസ്തകം വായന, അതുപോലെ എഴുതണത്, ആ കഴിവുകളൊക്കെ, സ്റ്റോറി കേൾക്കുന്നതും അങ്ങനത്തെ ചിന്തകളും പ്രകൃതിയായിട്ട് ഒരു ബന്ധം, ഇതൊക്കെ ഷീ ഹാസ് ഗോട്ട് എ ഇൻബോണും ആണ്. പിന്നെ അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ ഇതൊക്കെ ഫുൾ മോട്ടിവേഷൻ വാസ് ഗിവൺ ബൈ ഹർ ഫാദർ. ബട്ട് നൗ ഷീ ഈസ് സാഡ് ദാറ്റ് ഓൺ റിസീവിംഗ് ദ നോബൽ പ്രൈസ് ഹർ ഫാദർ ഈസ് നോട്ട് അലോങ് വിത്ത് ഹർ. അപ്പൊ ഇതുപോലെ അങ്ങനത്തെ എന്താണ് തോട്ട്സ് വരാം, ചോദ്യമായിട്ട് ഡയറി ആവാം. ഇങ്ങനെയൊക്കെയാണ് ചിന്തകള് പാരഡൈസിൽ പോയിട്ട് എഴുതണത്. അതുപോലെ എങ്ങനെയാണ് നമ്മൾ സെൽമ ലാഗർലോഫിനോട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു 6 ചോദ്യവും 5 ചോദ്യം ചോദിക്കുക. അപ്പൊ എപ്പോഴും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യങ്ങളാണ് ഹൂ ഈസ് യുവർ റോൾ മോഡൽ, ഹൂ ഗേവ് യു മോട്ടിവേഷൻ, പിന്നെ വാട്ട് അഡ്വൈസ് വിൽ യു ഗീവ് ഫോർ ദ അപ്കമിങ് യങ് ജനറേഷൻ, പിന്നെ ഹൂ inspired you lot in your life, who do you feel gratitude, and how can stories change the society, and how do you feel now as a Nobel laureate. ഇപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക്
ചോദിക്കുക. സെൽമ ലാഗർലോഫ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒരു 6 ചോദ്യമോ 5 ചോദ്യമൊക്കെ വരുമ്പോൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 5 മാർക്കിന്റെ 6 മാർക്കിന്റെ ആവുമ്പോൾ 6 ചോദ്യങ്ങൾ എന്തായാലും എഴുതണം. അതുപോലെ തോട്ട്സ് ഡയറി ഒക്കെ ആയി വെച്ചിട്ട് എഴുതാം. തോട്ട്സ് മീൻസ് Selma Lagerlof, she is thinking in the train that she is going to meet her father. അപ്പൊ അവിടെ ഫാദറിനെ കാണുന്ന ചിന്തകളൊക്കെ എഴുതാം. അവിടെ ഇരിക്കുന്നുണ്ടാവും. ഇപ്പോ മസാലയില് പുസ്തകം വായിച്ച് പൂന്തോട്ടത്തിന്റെ മുമ്പിൽ ഒക്കെ പറഞ്ഞിട്ട് എഴുതാം. അതുപോലെ ഡയറിയും അങ്ങനെ തന്നെ ആയി വെച്ചിട്ട് എഴുതണം. തോട്ട്സും ഡയറിയിൽ പ്രത്യേകം എന്താണ്, ഡേറ്റും ഡേയും ഒക്കെ ഉണ്ടാവും. ആൻഡ് ആയി വെച്ച് എഴുതാം. That's the difference in thoughts and diary. പിന്നെ തോട്ട്സിൽ ഇപ്പൊ എന്റെ ചിന്തകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാണും, അങ്ങനെയൊക്കെ എഴുതാം. ഡയറി പറഞ്ഞാൽ അന്ന് നടക്കുന്ന സംഭവമാണ്. ചിന്തകളിൽ നമുക്ക് എന്തും എങ്ങനെയും എവിടെയും കടന്നു പോവാം. ഇതിപ്പോ ഡയറി ആകുമ്പോ വാട്ട് ഹാസ് ഒക്കേർഡ് ദാറ്റ് ഡേ, അന്നത്തെ ദിവസം നടന്ന കാര്യം അല്ലെങ്കിൽ അതിന്റെ മുമ്പ് നടന്ന കാര്യങ്ങളാണ് നമ്മളെ ഡയറിയിൽ ഉൾപ്പെടുത്തുക. ചിന്തകളിൽ നമുക്ക് എന്തും there is no boundary, there is no limit. അപ്പോൾ അവിടെ നമുക്ക് അതിന് കടന്നു പോവാൻ. അപ്പോൾ തോട്ട്സിൽ നമുക്ക് അങ്ങനെ എഴുതാം. ഇവിടെ തോട്ട്സിലാണ് എന്താണ് അവർ പാരഡൈസിലേക്ക് പോണത്. അപ്പൊ തോട്ട്സിൽ നമുക്ക് എന്തും ആവാം. വി ക്യാൻ ക്രോസ് ദ ലിമിറ്റ്, നമുക്ക് എവിടെയും കടന്ന് ചെല്ലാം. അപ്പൊ ഇത് ആണ് തോട്ട്സും ഡയറിയിലും വ്യത്യാസം. അപ്പൊ ഇതൊക്കെയാണ് ഇതിലത്തെ ആക്ടിവിറ്റീസ് വരിക. കോൺവെർസേഷന് ഫാദറും സൽമ ലാഗർലോഫും തമ്മിലുള്ള വരും. അപ്പൊ അത് എന്തൊക്കെയാണ് അവര് ആ ഡയലോഗ്സ് പറയണത്. ആ ടെക്സ്റ്റ് നന്നായി വായിക്കണം. ഹൗ ഷീ ഈസ് ഇൻ ഡെപ്റ്റ് ആൻഡ് വാട്ട് ആർ ഹെർ പ്രോബ്ലംസ്, വെൻ ഷീ റീച്ചസ് പാരഡൈസ് ആൻഡ് എങ്ങനെയാണ് കാണുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താം. എങ്ങനെയാണ് അവര് സെൽമ ലാഗർലോഫ് ഷീ ടെൽസ് ഹെർ ഫീലിങ്സ്, വിഷമങ്ങൾ പറയണ എങ്ങനെയാണ് ഇവരോട് കടം വീട്ടാം. ഈ കടങ്ങളും എങ്ങനെ ഞാൻ വീട്ടും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലത്തെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് കോൺവെർസേഷൻ, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ക്യാരക്ടർ സ്കെച്ച്, തോട്ട്സ്, ഡയറി, ലെറ്റർ, സ്പീച്ച് ഒക്കെ എഴുതാം. സ്പീച്ച് എഴുതേണ്ട അറിയില്ലേ? റെസ്പെക്റ്റഡ് ഓർ honorable ladies and gentlemen, അല്ലെങ്കിൽ യുവർ മെജസ്റ്റീസ്, യുവർ റോയൽ ഹൈനസസ്, ladies and gentlemen, today I am very proud to receive this Nobel Prize in Literature, and you are the motivators who supported me in all my, you inspired me a lot. ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 3 പാരഗ്രാഫ് ആയിട്ട് എഴുതാം. That's the end of the class. Thank you. അത് ലീവ് ആയിട്ടില്ല. And that's the end of the class.